Radio Library. Radio Library with RJ Radish. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഖത്തർസ് ഓൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. റേഡിയോ ലൈബ്രറിയുമായി നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. എന്റെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത് മാഗി YV. നമസ്കാരം, സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക്. നമസ്കാരം രതീഷ്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണെന്ന് കേട്ടു. ഒരുപാട് അല്ല, വായിക്കും. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ വായനയില്ലാതെ വേറൊരു എന്റർടൈൻമെന്റ് ഇല്ലല്ലോ, ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ല. അങ്ങനെ വായിച്ചു തുടങ്ങി. ബാലരമ, പൂമ്പാറ്റയൊക്കെ വായിച്ചു. പിന്നെ എന്റെ അച്ഛനൊരു അത്യാവശ്യം നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അത് വായിച്ചു തീർത്തു. പക്ഷെ അന്നതിന്റെ എല്ലാ അർത്ഥമൊന്നും മനസ്സിലാക്കിയില്ല നമ്മൾ വായിക്കുന്നത്. ഇപ്പോഴാണ് ആ പുസ്തകങ്ങൾ ശരിയായ അർത്ഥത്തിൽ വായിക്കുന്നത്. എങ്കിലും വായന അപ്പോഴും മുതലേ ഉണ്ട്. ആദ്യം വായിച്ച പുസ്തകം ഓർമ്മയുണ്ട് ഇപ്പോഴും? ആദ്യം എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ്റെ കൂടെ പത്രമൊക്കെ വായിക്കലായിരുന്നു. ഞാൻ ചെറിയ പ്രായത്തിലെ വായിച്ചു തുടങ്ങി. ഒരു പുസ്തകമായി ആദ്യം വായിക്കുന്നത് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ല, വീട്ടിലൊരു ഇതുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ അക്ഷരം കൂട്ടി വായിക്കാനുള്ളൊരു ത്വര കൊണ്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരുന്നു അന്ന്. ശരി. R. രാജശ്രീയുടെ പുസ്തകമാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്നാണ്. കഥയല്ല, കഥ. കഥയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അതിനെ കുറിച്ച് നമുക്ക് ആദ്യം പറഞ്ഞു കൊടുക്കാം. അതാണ് നമ്മൾ സാധാരണ പറയുന്ന കഥ എന്നല്ലേ. കഥ എന്ന് പറയുമ്പോൾ എന്താന്ന് നമുക്ക് തോന്നുന്നത്, അത് വളരെ സാധാരണ സംഭാഷണ ഭാഷയിൽ ഒരു ഗ്രാമ്യ കൊളോക്കിയലായി പറയുന്ന അതാണ്. അങ്ങനെ തന്നെയാണ് ഈ നോവല്. ഇത് പറയുന്നത് വളരെ ഗ്രാമീണമായ കണ്ണൂരിലുള്ള വളരെ അതിസാധാരണമായ ജീവിതം നയിക്കുന്ന രണ്ട് സ്ത്രീകൾ. അവരാണിത്. അവരുടെ കഥ അവർ കഥ പറയുന്ന രീതിയാണിത്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ടൈറ്റിൽ കൊടുത്തത്. ആ ടൈറ്റിലാണ് അതിന് ഏറ്റവും യോജിക്കുക. ഓക്കെ, നമ്മൾ തിരാന്നൊക്കെ എഴുതുന്ന ആ തായാണ് ഇവിടെ കഥയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രാജശ്രീനെ കൂടുതൽ അറിയാം. R. രാജശ്രീ ബ്രണ്ണൻ കോളേജിലെ മലയാളം അധ്യാപികയായിരുന്നു. എനിക്കൊന്ന് കണ്ണൂരിലുള്ള മറ്റു പല കോളേജിലും ഒക്കെ പഠിപ്പിച്ചിരുന്നു. അവരുടെ ഒരു ഫേസ്ബുക്ക് പേജില് ചെറിയ ചെറിയ കഥകളായിട്ടാണ് ഈ പുസ്തകം വരുന്നത്. അപ്പോൾ ഇത് പുള്ളിക്കാരി മുമ്പ് 2 പുസ്തകങ്ങൾ എഴുതിയിരുന്നു. പക്ഷെ ആദ്യത്തെ നോവൽ ഇതാണ്. ഇപ്പൊ ആത്രേയകം എന്ന് പറഞ്ഞു ഒരു നോവൽ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനത് വായിച്ചിട്ടില്ല. ഈ പുസ്തകം വരുന്നത് ഇങ്ങനെ ചെറിയ കഥകൾ, ഈ 2 സ്ത്രീകളുടെ കഥകൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു. അപ്പൊ അത് അന്ന് വളരെ വ്യാപകമായി അത് വായിക്കപ്പെട്ടു. ഞാനത് അത്ര മുഴുവനായി ഒന്നും ഫേസ്ബുക്കിൽ വായിച്ചിട്ടില്ല. പക്ഷെ അന്ന് തന്നെ എൻ്റെ ആ ഒരു ശൈലിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം 2019 ഇത് പുസ്തക രൂപത്തിൽ മാതൃഭൂമി പുറത്തിറക്കുന്നത്. 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ പുസ്തകമാണ്. അപ്പോൾ സമകാലിക മലയാള സാഹിത്യത്തിൽ എനിക്ക് തോന്നുന്നു വളരെയധികം വായനക്കാരെ കിട്ടിയ, അത്രയധികം സ്വീകാര്യമായ ഒരു നോവലായിരുന്നു ഇത്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു നോവലായിരുന്നു അല്ലേ? ഹിറ്റായ നോവലുകളിൽ ഒന്നാണ്. നോവലിനുള്ളിലേക്ക് കടക്കാം. ഈ 2 വ്യത്യസ്തമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള 2 സ്ത്രീകളുടെ കഥയാണ് പറഞ്ഞു പോകുന്നത്. കല്യാണിയും ദാക്ഷായണിയും സുഹൃത്തുക്കളാണ്. ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, നല്ല നിലപാടുള്ള. അവർ രണ്ടുപേരും 3ാം ക്ലാസ്സിൽ വെച്ച് മോശമായി പെരുമാറിയ ഒരു അധ്യാപകനെ തെറിവാക്കുകൊണ്ട് സംബോധന ചെയ്യാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ധൈര്യപ്പെട്ട് ഇറങ്ങി വന്ന ദാക്ഷായണിയാണ്. കല്യാണിയാണ് മോശമായി അധ്യാപകൻ പെരുമാറുന്നത്. അതുകൊണ്ട് അവർ പഠിത്തം ഉപേക്ഷിച്ചു. പക്ഷെ പഠിത്തം ഉപേക്ഷിച്ചു എന്ന് വെച്ച് പിന്നീട് അവരുടെ ജീവിതം, അവർ പല വിധത്തിലുള്ള തൊഴിലെടുത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള, സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉള്ള, തൻ്റെ ഇടമുള്ള 2 സ്ത്രീകൾ. ഈ സ്ത്രീകളുടെ ജീവിതത്തിൽ വന്നുപെടുന്ന മറ്റനേകം സ്ത്രീ ജീവിതങ്ങളാണ് ഒരുങ്ങിനെ. അതാണ് ഈ കഥ. അപ്പം ഇവര് ഗ്രാമീണ ജീവിതം നയിക്കുന്ന സ്ത്രീകളാണ്. അവരുടെ കാഴ്ചപ്പാടുകളും അതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഇതിന്റെ സംഭാഷണങ്ങൾ മുഴുവനും കണ്ണൂരിന്റെ വളരെ കൊളോക്കിയലായ ഭാഷയിലുള്ളതാണ്. അതൊരു വിമർശനമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ അത് വായിച്ചത് മനസ്സിലായില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ അതത്ര ഒരു വേറൊരു മലയാളം പോലെയാണ്. ഞാൻ കുറച്ച് കാലം കണ്ണൂർ ജീവിച്ചിരുന്നു, 1-2 വർഷമൊക്കെ ജീവിച്ചിരുന്നു. അപ്പോൾ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുള്ളതും പരിചയിച്ചുള്ള. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ആസ്വാദ്യകരമായിരുന്നു. അവർ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ തന്നെയാണ് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഥ പറച്ചിലിന്റെ രീതി, ഒരാൾ മറ്റൊരാളോട് ഒരു കഥ പറയുന്ന രീതി തന്നെയാണ് പോകുന്നത്. ഇതിൽ കഥാകൃത്ത് തന്നെയാണ് ഈ നോവൽ തുടങ്ങുന്നത്. നോവലിന്റെ ഭാഗത്തേക്ക് കഥാകൃത്തും. അപ്പോൾ അതിൽ കല്യാണി ഏച്ചി, അപ്പോൾ കഥ തുടങ്ങുമ്പോൾ കല്യാണി ഏച്ചിയാണ്. കല്യാണി ഏച്ചിയുമായി സംസാരിക്കുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ നോവലിസ്റ്റ് പറയുകയാണ്, കല്യാണി ഏച്ചി, എനിക്ക് നിങ്ങളെ കല്യാണിയായി പറഞ്ഞാൽ എനിക്കിനി തുടർന്ന് നിങ്ങളുടെ കഥയും ദാക്ഷായണി ചേച്ചിയുടെ കഥയും എനിക്ക് പറയാനാവൂ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയും ദാക്ഷായണിയുമായി മാറ്റിക്കൊണ്ട് കഥ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്.
ഈ കഥയിലെ 2 സ്ത്രീകളാണ് പ്രധാന കഥാപാത്രങ്ങൾ. നമ്മൾ ഓരോ മനുഷ്യരും ഓരോ ദേശമാണ്. നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ ദേശത്തെ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. നമ്മുടെ രീതികളായിട്ട്, നമ്മുടെ രുചികളായിട്ട്, നമ്മുടെ ശൈലിയായി, നമ്മുടെ ശീലങ്ങളായി നമ്മളത് കൊണ്ടുപോകും. കഴിയുമെങ്കിൽ അതൊന്ന് നമ്മുടെ അതിർത്തികളെ ഒന്ന് വികസിപ്പിക്കാൻ നോക്കും. അങ്ങനെയാണ് മനുഷ്യര്. പക്ഷേ ഈ വിഷയം തന്നെ സ്ത്രീകളിലേക്ക് വരുമ്പോൾ അത് വേറെ ഒരു വിപരീത രീതിയിലാണ് ഇത് ഉണ്ടാവുക. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വിവാഹിതരാകുന്നതോടുകൂടി സ്ത്രീകൾ വേറൊരു ഭാഗത്തേക്ക് പറിച്ചു നടപ്പെടുന്നു. ഈ പറിച്ചു നടപ്പെടുന്ന സ്ത്രീകളുടെ അവർ ചുമന്നു കൊണ്ടുവരുന്ന ഈ ദേശം ഉണ്ടല്ലോ, ഇത് അവർ ചെന്നെത്തുന്ന ദേശത്തിന്റെ അതിരുകള് ഈ ദേശത്തെ ഞെരുക്കിക്കളയും. മറ്റൊരാളുടെ ശീലങ്ങള്, അവരുടെ അഭിരുചികള്, അവരുടെ രുചികളിലേക്ക് ഇവർ പടരേണ്ടി വരും. അതൊന്നും വല്ലാത്തൊരു സത്വമില്ലായ്മയാണ്. സ്ത്രീകളുടെ ആ മനുഷ്യന്റെ സത്വത്തെ ഇല്ലാതാക്കി പോകും. ഇത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന വലിയൊരു വിഭാഗം സ്ത്രീകളും ഇങ്ങനെ ഈ പരിണാമം സംഭവിക്കുന്നതാണ്. അത് മനഃപൂർവ്വമായ അടിച്ചേൽപ്പിക്കലായിരിക്കില്ല, പക്ഷെ വളരെ സട്ടിലായി ഇതിങ്ങനെ സംഭവിച്ചു മാറുന്നു. അങ്ങനെ സംഭവിക്കുന്ന ചില ചുറ്റുപാടുകൾ എത്തുമ്പോൾ കൃത്യമായിട്ട് അത് കൊടഞ്ഞെറിഞ്ഞ് അതിന് പുറത്തേക്ക് വരുന്ന സ്വന്തം സ്വത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം നിലപാടുകളെ അല്ലെ അവനവന്റെ രാഷ്ട്രീയത്തിലേക്ക് കൃത്യമായി നിലകൊള്ളുന്ന സ്ത്രീകളാണ് കല്യാണിയായാലും ദാക്ഷായണിയായാലും. ഇവര് അങ്ങനെ വരുന്നത് കൊണ്ട് ഇവര് പുരുഷവിദ്വേഷികളോ അല്ലെങ്കിൽ പെണ്ണത്വം ഇടിഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഈ നോവൽ തുടങ്ങുന്ന ഭാഗത്ത് തന്നെ കല്യാണി ചേച്ചി നോവലിസ്റ്റിനോട് പറയുന്നുണ്ട്, പെണ്ണായാൽ തിറം വേണം, നല്ല തണ്ടും തടിയും വേണം, തലനാര് ഊർന്നു പോവാതെ എന്ന് വെച്ചാൽ തലമുടിയൊക്കെ ഏത് പ്രായത്തിലും നല്ല സുന്ദരിയായി ഇരിക്കണം, നല്ല രൂപസൗകുമാര്യത്തോടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന. അതിൽ അവർ 3ാം ക്ലാസ് വരെ ഇവർക്ക് വിദ്യാഭ്യാസം ഉള്ളൂ എന്ന് പറയുമ്പോഴും അവർ ഒരു കാര്യം പറയുന്നത് പ്രണയത്തെക്കുറിച്ചുള്ളവരുടെ ഒരു കാഴ്ചപ്പാടാണ്. ഒരാളോട് സ്നേഹം തോന്നാൻ വേറൊരാളോടുള്ള സ്നേഹത്തിൽ കുറവ് വരണമെന്നൊന്നുമില്ല. പലപ്പോഴും ആളുകൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ വേറൊരു സ്നേഹത്തിനെ ന്യായീകരിക്കാൻ വേറൊരാളിൽ കുറ്റവും കുറവും ആരോപിക്കുന്ന ഒരു സൊസൈറ്റിയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ ഈ ദാക്ഷായണി വിവാഹം കഴിക്കുന്ന ആദ്യ നാളുകളിൽ കൃത്യമായിട്ട് അവരുടെ പ്രണയം കാണിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ആദ്യ മാസങ്ങളിൽ ആണിക്കച്ചവടക്കാരൻ മദ്രാസിലേക്ക് പോകുമ്പോൾ ദാക്ഷായണി സങ്കടം കൊണ്ട് വിങ്ങിയിരുന്നു. അയാൾ വരുന്ന ദിവസം അതികാലത്ത് ജോലികളെല്ലാം തീർത്തു വെച്ചിരുന്നു. കിട്ടുന്ന സമയം അത്രയും അയാൾക്കൊപ്പം ഇരിക്കാൻ അയാൾക്കു വേണ്ടി അവൾ കാർന്ന ചായ കുടിക്കാനും കുറുകിയ മീൻകറി വെക്കാനും പഠിച്ചിരുന്നു. കുഴിയൻ കലത്തിൽ മടിപിടിച്ചിരിക്കുന്നതും കഷണങ്ങളില്ലാത്തതുമായ പുളിശ്ശേരി കോരി നോക്കി "എന്തെന്നാണേ ഈ ബെച്ചിന്" എന്ന് ദാക്ഷായണിയുടെ അമ്മ അന്തം വിട്ടിരുന്നു. "അതുമ്മ തൊടണ്ട, അത് ഓർക്കുള്ളതാണ്" എന്ന് ചീറിക്കൊണ്ട് അവൾ അപ്പോൾ പാഞ്ഞു വരും. ആ ദാക്ഷായണി കാലം പോകെ അയാൾ വരുന്ന ദിവസങ്ങളിൽ അടുക്കളയിലെ കറകൾ കളയുന്നതിൽ ഏർപ്പെട്ടു. അതായത് അവരവരുടെ സർവ്വപ്രണയവും വെച്ച് നീട്ടുമ്പോൾ അയാൾ അതിന് അർഹനല്ല എന്ന് തോന്നുന്ന സമയത്ത് കൃത്യമായി ദാക്ഷായണി അതിന് പിന്മറയണം. പക്ഷെ ആ പ്രണയം നിഷേധിക്കുന്ന സമരമുറ പോലും ഈ കരുതലുകളാണ് ദാക്ഷായണി ഒഴിവാക്കുന്നത്. അവര് പ്രണയം നിഷേധിക്കാൻ അർഹനല്ല എന്ന് പറയുന്ന ആ ദിവസം അവരെങ്ങനെയാണ് തുടങ്ങുന്നത്? തേങ്ങ വറുത്തരച്ച് നീട്ടിയൊരു സാമ്പാറോടെയാണ് അടുത്ത മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ദാക്ഷായണി തുടങ്ങിയത്. പച്ച തേങ്ങയരച്ച് വാളൻ പുളി പിഴിഞ്ഞൊഴിച്ച് കലക്കി മത്തിക്ക് കടുത്ത സ്വത്ത് പ്രതിസന്ധി ഉണ്ടാക്കി കൊണ്ട് ഒരു മീൻകറിയും വെച്ചു. ഒരു നുള്ള ജീരകം കൂടെ കറിയിൽ ചേർക്കാൻ ദാക്ഷായണി മറന്നില്ല. തീരെ യോജിക്കാത്ത ചില രുചികൾ ഒരുക്കി അവര് അയാളോട് സമരം ആരംഭിക്കുകയാണ്. നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് സത്യം പറഞ്ഞാൽ ഞാനിത് ഒറ്റ വായനയിൽ തീർത്തൊരു പുസ്തകമാണ്. അത്രയും അതിൻ്റെ ആ കഥ പറച്ചിലെ രീതി അത്രയും എഴയെടുപ്പത്തോടെ, ഇതിൻ്റെ പാത്രനിർമ്മിതിയൊക്കെ ആ വിധത്തിലാണ്. ഓരോ കൃത്യമായ ഒരു രൂപം ഉണ്ട് എല്ലാവർക്കും. അവരവരുടെ ചുറ്റുപാടുകളിൽ നിന്നും അവരുടെ ജീവിതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയവും നിലപാടും ഒക്കെ ഉള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് എല്ലാവരും. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പിന്നെ അതിനൊക്കെ ഉപരിയായിട്ട് ഈ പുസ്തകത്തിലുടനീളം, ഈ കഥ പറച്ചിലുടനീളം ഹ്യൂമറിന്റെ ഒരു നേർത്തൊരു ഇഴ ഇട്ടുകൊണ്ടാണ് രാജശ്രീ ഇതിൽ പറയുന്നത്. വളരെ രസകരമാണ്. ഓരോ കഥാപാത്രങ്ങളും സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ സംഭാഷണത്തിൽ തന്നെ നിറയെ ഹ്യൂമർ ഉണ്ടാവും. അതിൽ ഒരു ഉദാഹരണം ഞാൻ വായിക്കാം. ഈ ദാക്ഷായണിക്ക് ഒരു സമയത്ത് ബാധ കയറുന്ന ഒരു സീനുണ്ട്. കുന്നേൽ തന്ത്രി മഹാമാന്ത്രികനായിരുന്നു. കടമറ്റത്ത് കത്തനാരുടെ ചങ്ങാതിയായിരുന്നു എന്നും കഥയുണ്ട്. ജീവിക്കുന്നവരോട് വലിയ മമതയൊന്നുമില്ലാത്ത തന്ത്രിക്ക് മുന്നിൽ അടങ്ങാത്ത ഒരാത്മാവുമില്ല. ഇല്ലപ്പറമ്പിലെ എണ്ണം പറഞ്ഞ മരങ്ങളൊക്കെ ഓരോരുത്തർക്ക് പതിച്ചു കൊടുത്തിരിക്കുകയാണ്. തദ്ദേശീയരെ കൂടാതെ തന്ത്രി ഓരോരോ സ്ഥലങ്ങളിൽ പോയി കൂട്ടിക്കൊണ്ടുവന്നവരുമുണ്ട്. സന്ധ്യ കഴിഞ്ഞ് വയലിൽ നിന്ന് നോക്കിയാൽ ദൂരെ ഇല്ലപ്പറമ്പ് തിളങ്ങുന്നത് കാണാം.
കാണാം. അതൊക്കെ അവരാണ്. പൊന്നണിഞ്ഞവരും മണ്ണ് പൂശിയവരുമുണ്ട്. വന്നവരും നിന്നവരും ഏറ്റവും ജനാധിപത്യപരമായി ഇല്ലപ്പറമ്പിൽ കഴിയുന്നു. അരിയും പൂവും ഒക്കെയായി വിശ്രമ ജീവിതം നയിക്കുന്നവരുണ്ട്. ചോരത്തിളപ്പ് തീരാത്തവരുമുണ്ട്. എരിയും പുളിയും വേണ്ടവർക്ക് ഇല്ലപ്പറമ്പിൽ ഒന്നും കിട്ടില്ല, പുറത്തു പോകണം. അവർ താരതമ്യേന ചെറുപ്പക്കാരായിരിക്കും. കുന്നേൽ തന്ത്രി അത്ര അരസികനൊന്നുമല്ല. പുറത്തു പോകുന്നവർക്ക് മൂവ്മെന്റ് രജിസ്റ്റർ വെച്ചിട്ടുണ്ടെന്ന് മാത്രം. പോകുന്നതും വരുന്നതും രേഖപ്പെടുത്തണം. എല്ലാ സഞ്ചാരങ്ങളും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവസാനിപ്പിച്ച് തിരിച്ചെത്തിക്കൊള്ളണം. ഓരോരുത്തരുടെയും റൂട്ട് മാപ്പ് തന്ത്രി വരച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും രാജശ്രീ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആളുകൾ സംസാരിക്കുന്നതിൽ പോലും ഇതുപോലെ ഹ്യൂമർ വരും. അതുപോലെ കുറിക്കുകൊള്ളുന്ന മറുപടി പറയുന്നവരാണ് ഈ കഥാപാത്രങ്ങളൊക്കെ. ഒരു പുതുപെണ്ണിനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് റാഗിങ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കല്യാണിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന വീട്ടിൽ നാത്തൂനായി പറ്റുന്ന പെണ്ണ് പറയുന്നു, ഈ കട്ടിലിൽ കിടന്നാണ് ഞങ്ങളുടെ അച്ഛൻ മരിച്ചേ. അപ്പൊ ഒന്ന് കിടുങ്ങും. നമ്മളൊരു വീട്ടിൽ ചെന്ന് കയറി ആദ്യമേ തന്നെ മരണം പറയുന്നു. ആടെ ഒരു കട്ടിലുണ്ട്, ആയിൽ കിടന്നിട്ടാണ് നമ്മൾ അച്ചാച്ചൻ മരിച്ചത്. അതെന്താണ് നിങ്ങളെ വീട്ടില് എല്ലാവർക്കും കിടന്ന് മരിക്കാൻ വേണ്ടിയാണ് ആ കട്ടില് എന്നാണ് കല്യാണി അതിനോട് പ്രതികരിക്കുന്നത്. അപ്പൊ കല്യാണി ആയാലും ദാക്ഷായണി ആയാലും കുഞ്ഞിപ്പെണ്ണായാലും തേയി ആയാലും ഇതിലെ സ്ത്രീകൾക്ക് നല്ല കുറിക്കൊള്ളുന്ന മറുപടി പറയുന്നവരാണ്. അപ്പോൾ മുടി ഒരാൾ പിടിച്ചു നോക്കിയിട്ട് തീരെ ഭംഗിയില്ല എന്നുള്ളൊരു കമന്റ്, അത് എന്റെ തലയിലല്ലേ, ഞാൻ നോക്കോളാം എന്ന് പറയുന്ന തഗ് പെണ്ണുങ്ങളാണ് കല്യാണിയും ദാക്ഷായണിയും എന്നല്ല രാജശ്രീയുടെ എല്ലാ പെണ്ണുങ്ങളും. ഇതില് ജീവിച്ചിരിക്കാത്തവരൊക്കെ കഥാപാത്രങ്ങളാണ്. അതായത് മിത്തുകൾ കഥാപാത്രമുണ്ട്. ചോന്നമ്മ എന്നൊരു മിത്തുണ്ട് ഈ കഥയിൽ. ചോന്നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ ആളാണ്. കാരണം മനുഷ്യരെ തരംതിരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ തരത്തിൽ ചേരാത്തവരുമായി കൂട്ടുകൂടിയതുകൊണ്ട് ചോന്നമ്മയുടെ മാതാപിതാക്കൾ ദേഷ്യപ്പെട്ടുകൊണ്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയ ചോന്നമ്മയാണ്. പക്ഷെ പിന്നെ ഒരു കാലത്തേക്കും അവര് തിരിച്ച് എല്ലാരും കരഞ്ഞു പറഞ്ഞാൽ പോലും ചോന്നമ്മ തിരിച്ചു പോകുന്നില്ല. ആ തള്ളി പറഞ്ഞ എന്നെ പുറത്താക്കിയവരോട് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറാവാതെ അവർ സധൈര്യം നിൽക്കുകയാണ്. പക്ഷേ ഈ സ്ത്രീകളെല്ലാം ചോന്നമ്മയായാലും കല്യാണി ആയാലും ദാക്ഷായണി ആയാലും തേയി ആയാലും ഇവരുടെയൊക്കെ നിലപാടുകൾക്ക് പിന്നെ കൃത്യമായൊരു പോയിന്റ് ഉണ്ട്. ഇവരെല്ലാം സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവരാണ്. ഇവരെല്ലാം തൊഴിലെടുക്കുന്നവരാണ്. കല്യാണിയും ദാക്ഷായണിയും പ്രസവരക്ഷ ചെയ്യും, പ്ലൈവുഡ് കമ്പനിയിൽ പണിക്ക് പോവും, സ്വന്തമായി കാശുണ്ടാക്കും. സാധിക്കുന്ന എന്ത് പണിയും ചെയ്ത് അവര് സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിച്ചിട്ടുണ്ട്. ചോന്നമ്മയുണ്ടല്ലോ, പുറത്തിറങ്ങി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് സ്വന്തമായിട്ട് കുറച്ച് മണ്ണ് വളച്ചു പിടിച്ച് അവിടെയാണ് താമസം, കരിമ്പനയുടെ മുകളിൽ. ഒരാളെ ആ മണ്ണിൽ നിന്നുള്ള അറ്റാദായം എടുക്കാൻ ചോന്നമ്മ സമ്മതിക്കാറില്ല. അത് ചോന്നമ്മയ്ക്കുള്ളതാണ്. കാരണം ആവശ്യമില്ലാത്ത ദയാദാക്ഷിണ്യങ്ങൾ നമ്മുടെ നിലനിൽപ്പിനെ കുഴപ്പത്തിലാക്കുമെന്ന് ചോന്നമ്മയ്ക്ക് അറിയാം. കല്യാണിയും ദാക്ഷായണിയും തേയിയും കുഞ്ഞിപ്പെണ്ണും ഒക്കെ അല്ലാതെ ഇതിൽ കുറച്ച് പുരുഷന്മാരും വരുന്നുണ്ട്. പക്ഷേ ഈ പുരുഷന്മാരൊക്കെ ഈ കല്യാണിയും ദാക്ഷായണിയും യഥാസമയം സമൂഹം അനുശാസിക്കുന്ന സമയങ്ങളിൽ അവരുടെ പാർട്ട്ണർമാരെ കണ്ടെത്തുന്നവരാണ്. അപ്പോൾ കല്യാണിയുടെ പാർട്ട്ണർ ഒരു കോപ്പുകാരൻ എന്നാണ് പറയുന്നത്. അയാൾ തുടങ്ങുന്നത് കോപ്പുകാരൻ എന്നാണെങ്കിലും പിന്നീട് അയാൾക്കൊരു വിലാസമുണ്ട്. അയാൾ നാരായണൻ എന്ന കൈക്കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ മരണപ്പെട്ടു പോയ കരുണയർഹിക്കുന്ന കുഞ്ഞാണ്. അവൻ്റെ ബാല്യ കൗമാരങ്ങളിലുണ്ടായ മാനസിക സംഘർഷങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ എന്ന് പറയാവുന്ന കരുണ അർഹിക്കുന്ന ഒരുവനാണ്. അയാളോട് ഈ കല്യാണിക്ക് അയാൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ കരുണയും അയാളുടെ ചുറ്റുപാടുകളോട് അവർക്ക് സഹിഷ്ണുതയും ഒക്കെ ഉണ്ട്. പക്ഷെ ദാക്ഷായണിയുടെ പാർട്ണർ എന്ന് പറയുന്നത് ആണിക്കാരനാണ്. ഒരു ആണിക്കച്ചവടം ചെയ്തിരുന്ന ഒരു ആണിക്കാരൻ, കൊല്ലത്തുകാരൻ. അയാളെക്കുറിച്ച് കൂടുതൽ അയാൾക്ക് പേരില്ല, അയാൾ ആണിക്കാരനായി മാത്രമാണ് കഥയിലുടനീളം. പക്ഷെ എനിക്ക് കഥാകൃത്തിനോട് ആ സ്ഥലത്തേക്ക് വരുമ്പോൾ ചെറിയൊരു വിയോജിപ്പുണ്ട്. അപ്പൊ ഈ തെക്ക് വടക്ക് നന്മ തിന്മ ചില സമവാക്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതിനോടൊരു കോംപ്രമൈസ് ചെയ്ത് കൊണ്ടാണോ ഈ കഥാപാത്ര സൃഷ്ടിയെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. കാരണം ആണിക്കാരൻ തെക്കനാണ്. ആണിക്കാരൻ നാട്ടിൽ വന്ന് കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കൂടെ കൂട്ടി ദാക്ഷായണിയെ കല്യാണം കഴിക്കുമ്പോൾ ദാക്ഷായണിയുടെ ഭർത്താവ് ആവുകയല്ല, ഓഡിറ്റർ ആവുകയാണ് ചെയ്യുന്നത്. ദാക്ഷായണി, ഞാൻ നേരത്തെ വായിച്ച ഭാഗത്തിൽ പറഞ്ഞ പോലെ, ദാക്ഷായണി അയാൾക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ വെച്ച് കൊടുക്കുന്നതിനോടൊപ്പം തന്റെ സമ്പാദ്യവും വരുമാനവും ഒക്കെ കൊടുത്താണ് പ്രണയം സമർപ്പിക്കുന്നത്. പക്ഷെ ആണിക്കാരൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവളുടെ വരവ് ചെലവുകൾ മൊത്തമായി ഓഡിറ്റ് ചെയ്ത് അണപൈസ കയ്യിലില്ലാതെ അയാൾ കൈവശപ്പെടുത്തി അവരുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമായ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ചില നീക്കുപോക്കുകൾ, കഥയിൽ തന്നെ പറയുന്നത് പോലെ സമരവും വിപ്ലവവും അല്ലാതെ രക്തസാക്ഷിത്വവും കൂടെ ചേർന്നതാണല്ലോ ജീവിതം. അതുകൊണ്ട് ചില നീക്കുപോക്കുകൾ വന്ന് തന്റെ സ്വാഭാവികമായ ആ ജീവിതത്തിനൊരു രക്തസാക്ഷിത്വം നൽകിക്കൊണ്ട് കല്യാണിക്ക് ഈ ആണിക്കാരനോടൊപ്പം തെക്കോട്ടേ വരേണ്ടി വരുന്നു. പക്ഷെ അവിടെ നിന്നും ഒരിക്കലും ചേർന്ന് പോകാത്തൊരു സാഹചര്യത്തെ അവരെ കെട്ടുപൊട്ടിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ആണിക്കാരൻ പറയുമ്പോൾ തെക്കനെയും മൂക്കനെയും എന്നൊക്കെയുള്ള സമവാക്യമൊക്കെ ഇതിൽ വരുന്നു. അതേപോലെ തന്നെ ഈ പാത്ര സൃഷ്ടി നടത്തിയിട്ടുണ്ട്. എന്നാൽ അതുപോലുള്ള തിന്മകൾ ഈ നാട്ടിൽ ഇപ്പോൾ കല്യാണിയുടെ അയൽവക്കക്കാരായ കൈശുമി നബീസും ഒക്കെ അനുഭവിക്കുന്ന ഒരു ജീവിതവും പിന്നെ അല്ലെങ്കിൽ പിന്നീട് ഇതിന്റെ കഥാന്യത്തോട് ചേർന്ന് വരുന്ന സമയത്ത് കല്യാണിയോട് തന്നെ നാട്ടുകാർ കാണിക്കുന്ന ചില പ്രവർത്തനങ്ങളും ഒക്കെ തിന്മയൊക്കെ എല്ലാ നാട്ടിലും ഉണ്ട് എന്നുള്ളൊരു ഇതും ഉണ്ട്. ആ ഭാഗങ്ങളിൽ കുറച്ച് ഒരു ആശയപരമായ കൺഫ്യൂഷൻ ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ള രണ്ട് സ്ത്രീകളാണ്, പക്ഷെ ഒരുപാട് പേർക്ക് ഇവരെ ഇൻസ്പിറേഷൻ ആകുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഈ
ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ? അതെ, ഒരുപാട് അടിച്ചമർത്തലുകളിൽ നിന്ന് ആളുകൾക്ക് കുടഞ്ഞെറിഞ്ഞ് പുറത്തേക്ക് വരാനുള്ളൊരു ഊർജം തരുന്ന ഒരു നോവലാണ് ഈ നോവൽ. അതാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വായനക്കാർ ഒരു പക്ഷേ സ്ത്രീകളായിരിക്കും. കാരണം എവിടെയാണ് ഈ യു ടേൺ എടുക്കേണ്ടത് എന്ന് നമ്മൾ വിഷമിച്ച് നിൽക്കുന്ന പലർക്കും കൃത്യമായ ഒരു ദിശ ബോധം നൽകും ഈ നോവൽ. അവനവനിലേക്ക് എത്തിച്ചേരാൻ ആളുകളെ സഹായിക്കുന്നതാണ് ദാക്ഷായണിയും കല്യാണിയും. ഇത് ഒറ്റയിരിപ്പിൽ വായിച്ചു തീർത്തു എന്നാണ് പറഞ്ഞത് അല്ലേ? ഞാൻ ഒറ്റയിരിപ്പിൽ വായിച്ചു തീർത്തു. അപ്പൊ ഇതിനിടയ്ക്ക് നോവലിസ്റ്റും കഥാപാത്രങ്ങളും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അത് എത്ര വട്ടം കടന്നു വരുന്നുണ്ട് അങ്ങനെ? അത് തുടക്കത്തിലും ഒടുക്കത്തിലുമാണ് വരുന്നത്. നോവല് തുടങ്ങുമ്പോഴാണ് വരുന്നത്. ആദ്യത്തെ വായനയിൽ ഈ പുസ്തകം ഞാൻ ഒന്നിലധികം വട്ടം വായിച്ചിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട ഒരു പുസ്തകമായതുകൊണ്ട് ആദ്യത്തെ വായനയിൽ എനിക്ക് തോന്നിയത് ഇതൊരു അനാവശ്യം, നോവലിസ്റ്റ് ഇതിലേക്ക് കടന്നു വരേണ്ട കാര്യമൊന്നുമില്ല, ഇത് ശരിക്കും പൂർണ്ണമായും കല്യാണിയുടെയും ദാക്ഷായണിയുടെയും കഥയാണ്, എന്തിനാണ് നോവലിസ്റ്റ് ആദ്യത്തിലും അവസാനത്തിലും ഇതിൽ ഇടപെട്ടത് എന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യം ഇതിന്റെ വായന അവസാനിപ്പിക്കുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് വായിക്കുമ്പോൾ നോവലിസ്റ്റ് നമ്മൾ ഓരോരുത്തരുമാണ്, നമുക്ക് കൃത്യമായ ദിശാബോധം നൽകാനാണ് കല്യാണിയും ദാക്ഷായണിയും വരുന്നത്. അപ്പൊ അത് നോവലിസ്റ്റ് അല്ല, നമ്മൾ ഓരോരുമാണ് ഈ തുടക്കത്തിലും ഒടുക്കത്തിലും ഉള്ളത്. നമ്മൾ വായിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. തീർച്ചയായിട്ടും എല്ലാം ചേർന്നൊരു സ്ത്രീപക്ഷ നോവൽ എന്ന് വിശേഷിപ്പിക്കാം. തീർച്ചയായും സ്ത്രീകള് മാത്രം വായിക്കാനാണോ പറ്റുന്നത്? അല്ല, പുരുഷന്മാര് വായിക്കണം. പുരുഷന്മാരും വായിക്കുന്നുണ്ട്. താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്ക് കൃത്യമായി ഇത് കൺവേ ആവും. അവർക്ക് അത് അറിയാം, അവർക്ക് പരിചയമുള്ള ജീവിതങ്ങളെ അവർക്ക് ഇതിൽ കണ്ടെത്താൻ പറ്റും. അവരും വായിച്ചിരിക്കണം ഉറപ്പായും. അതെ, ഉറപ്പായും. എന്തായാലും ഒരുപാട് നന്ദി മാഗി, ഇങ്ങനൊരു പുസ്തകം ഞങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയതിൽ, റേഡിയോ ലൈബ്രറിയിൽ എത്തിയതിൽ നന്ദി. ഇങ്ങനൊരു അവസരം തന്നതിന് റേഡിയോ ലൈബ്രറിക്കും രതീഷിനും എന്റെ നന്ദി. അപ്പൊ ഇനി അടുത്ത മറ്റൊരു പുസ്തകമായിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്യുമല്ലോ അല്ലേ? തീർച്ചയായും, വളരെ സന്തോഷം. മാഗി വൈവി ആണെന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. ആർ രാജശ്രീ എഴുതിയ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ തായാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ പുസ്തകം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, കണ്ണൂർ ജില്ലയിലാണ്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, അവിടുത്തെ ഈ പറഞ്ഞുള്ള സാധാരണ ശൈലി, അവരുടെ ഭാഷാ ശൈലിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ടൈറ്റിൽ അങ്ങനെ തന്നെ നൽകിയിരിക്കുന്നത്. ഒരു സ്ത്രീപക്ഷ നോവൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇത് എല്ലാവരും വായിച്ചിരിക്കേണ്ട നോവലാണ്. സ്ത്രീപക്ഷ നോവൽ എന്ന് പറയാൻ കാരണം ഇവിടെ ദാക്ഷായണി എന്നും കല്യാണി എന്നും രണ്ടുപേരുടെ ധീരമായിട്ടുള്ള ചില പോരാട്ടങ്ങൾ തന്നെ ഇതിലൂടെ എടുത്തു പറയുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു പുസ്തകം വായിക്കുക എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റേഡിയോ ലൈബ്രറിയിൽ നിന്നും തൽക്കാലം രതീഷും ബബായ് പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കൂ കഥേഴ്സ് ഓൺ റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 FM.